എന്താണാവോ ഇന്ന് മുഖത്തൊരു സന്തോഷമൊക്കെ കാണാണ്ടല്ലോ? സുമിത്രേ, പുറത്തൊരു വണ്ടി വന്ന ശബ്ദം കേൾക്കാണ്ടല്ലോ. ആരാ? ഞാൻ നിരഞ്ജൻ. പ്രതാപൻ സാറ്? ആള് കിടപ്പിലാ, പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. ആരാ അവിടെ? ഒരു കുട്ടിയാ, പേര് നിരഞ്ജൻ എന്നാ പറഞ്ഞത്. ഇങ്ങോട്ട് അകത്തേക്ക് വരാൻ പറയൂ. എന്നെ മനസ്സിലായോ? വരൂ, ഇരിക്കൂ. നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ കാരണമല്ലേ എല്ലാം. പലിശക്കാരെ എല്ലാവർക്കും ഇഷ്ടാ, പൈസ മേടിക്കാൻ വരുമ്പോ. പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു ചോദിക്കുമ്പോൾ ദേഷ്യവും. ഇത് തന്നെ തന്റെ അച്ഛന്റെ കാര്യത്തിലും സംഭവിച്ചത്. എല്ലാം വിധിയാണ്, അത് തടയാൻ ആർക്കും കഴിയില്ലല്ലോ. എന്നോട് നിനക്ക് തീർത്താൽ തീരാത്ത പകയുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ആരോടും ദേഷ്യവും പകയൊന്നുമില്ല, മറിച്ച് വാശിയായിരുന്നു. എൻ്റെ അച്ഛൻ നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന വാശി. മരിക്കുന്നതിന് മുമ്പേ ഈ ആധാരം എന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കണം, ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നു. പൈസ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ പൈസ തരാതെ നീ ഇത് വാങ്ങില്ലെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. ഒരു വിഷമേ ഉള്ളൂ, എല്ലാം തിരിച്ചു പിടിച്ച് കയറി ചെല്ലുമ്പോൾ ആ സന്തോഷം കാണാൻ അവരില്ലല്ലോ എന്നുള്ള വിഷമം. ഇനി നമ്മൾ തമ്മിൽ കാണൂ. ഞാൻ വരും, ഇനിയും വരും. എന്തേട്ടാ കരയണേ? നീ ഇറങ്ങി വരണ കണ്ടപ്പോൾ നമ്മുടെ അമ്മ ഇറങ്ങി വരും പോലെ തോന്നി. അവരിവിടെ തന്നെ ഉണ്ടാവും ഏട്ടാ. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവരെന്നെയാവും. മാമ, എല്ലാം തിരിച്ചു പിടിച്ചില്ലേ? നീ കരയണ്ട. ഹലോ ഹലോ, നിരഞ്ജനില്ലേ?
ഏട്ടൻ കുളിക്കുക. ആരാ? ഒരു ഫ്രണ്ടാ, ഒന്ന് വിളിക്കാൻ പറയണേ. ഏട്ടൻ വന്നാ പറയാം. മറക്കരുതേ. ഉം. ഏട്ടാ, 2-3 തവണ ഒരു ചേച്ചി വിളിച്ചിരുന്നു. തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഹലോ, ഹലോ, ആരാണ്? നിരഞ്ജനല്ലേ? അതെ. ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ? അയ്യോ, ഞങ്ങളൊന്ന് പോവല്ലോ. ഒരു 10 മിനിറ്റ് മതിയോടോ. ഈ ആളം പാലത്തിന്റെ അടുത്ത് പെട്ടെന്ന് പോവാം. ആ, എന്നാ ശരി, കാണാം. ഞാൻ വെയിറ്റ് ചെയ്യട്ടോ. എന്തായാലും വരണേ. ശരി, വരാം. മോളെ, ഒരു 10 മിനിറ്റ് ഏട്ടനൊന്ന് പുറത്ത് പോയിട്ട് വരാട്ടോ. ഹലോ, എവിടെ? ഇതാ അങ്ങോട്ട് നോക്ക്, ഞാൻ കാറിലുണ്ട്. നിനക്കിപ്പോഴും എന്നെ മനസ്സിലായില്ലേ? എനിക്ക് ആളങ്ങട്ട് മനസ്സിലായിട്ടില്ല. നമ്മൾ മുമ്പ് പഠിച്ച സ്കൂൾ ഓർമ്മയില്ലേ? അത് മറക്കാൻ പറ്റുമോ? അവിടെ എന്നും നിന്നോട് വഴക്കൂടിയിരുന്ന അമൃതയാണ് ഞാൻ. ഷോ, മനസ്സിലായില്ല എന്നട്ടാ. അന്നത്തെ ഓർമ്മകളിൽ കുറച്ച് മുഖങ്ങളേ ഉള്ളൂ. അതിലൊന്ന് താനാ. അപ്പോ എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? അതൊക്കെ എനിക്ക് കിട്ടി. എവിടെയാണ് ഇപ്പൊ നീ? എന്താ പരിപാടി? ദുബായിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നേഴ്സാ. ഇപ്പോ 2 ദിവസമായി വന്നിട്ട്. അത് ശരി. അല്ല, അനക്ക് കുട്ടികൾ എത്രയായി? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. സമയമായിട്ടുണ്ടാവില്ല. അല്ല, പ്രണയനൈരാശ്യം എന്തെങ്കിലും? ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രണയമാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. ക്ലാസ് മുറിയിൽ അന്ന് വന്ന് ആരോ നിന്നെ വിളിച്ചു കൊണ്ടുപോണ് കണ്ടു. പക്ഷേ എന്തായിരുന്നു കാര്യമെന്ന് അറിയാൻ പറ്റിയില്ല. എന്തായിരുന്നു സംഭവം? ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസമായിരുന്നു അന്ന്. സന്തോഷമെല്ലാം അന്ന് എനിക്ക് നഷ്ടപ്പെട്ടു. അന്ന് എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടതിൻ്റെ തലേ ദിവസം പലവട്ടം നിന്നോട് പറഞ്ഞതാ സാറിന് ഇങ്ങോട്ട് വരുത്തിക്കരുത്. പണം വാങ്ങുമ്പോ അറിയില്ലടാ നിനക്കിത് തിരിച്ചു തരണമെന്ന്. ചെറ്റേ. എന്നെ നിനക്ക് അറിയില്ല. അയ്യോ ഏട്ടാ, ഈ വീടിന്റെ ആധാരം നിങ്ങളുടെ കയ്യിലില്ലേ, പിന്നെ എന്തിനാ ഉപദ്രവിക്കണത്? നിലം പൊത്താനായൊരു തറവാടും ആർക്കും വേണ്ടാത്ത കുറച്ച് ഭൂമിയും. നീ കൂടെ പോരെ, നിന്റെ കൈ തരാം ആധാരം. കുറച്ച് സമയം കൂടി തന്നൂടെ? ഒരുപാട് സമയം ഞാൻ തന്നതല്ലേ. നാളെ തന്നെ എല്ലാം കെട്ടിപ്പറക്കി ഇറങ്ങിക്കൊള്ളണം ഇവിടുന്ന്. എന്താ മോൻ പേടിക്കണ്ടിട്ട, കടങ്ങളൊക്കെ അച്ഛൻ വിട്ടിക്കോളാം. അമ്മ അമ്മ നിനക്കറിയണ് അച്ഛൻ കടങ്ങളൊക്കെ വീട്ടിക്കോളാന്നല്ലേ പറഞ്ഞേ? അത് കണ്ടിട്ട് കരടായതാ. നമ്മുടെ കുട്ടി നന്നായി പഠിക്കണം കേട്ടോ. ചോറൊക്കെ മുഴുവൻ കഴിക്കണം കേട്ടോ.
മാമ നമ്മൾ ഈ വീട്ടിലേക്ക് വരുമോ മാമ? ഇല്ല. എന്നാ ഞങ്ങള് വീട് ഒന്നുകൂടി കണ്ടോട്ടെ. പ്രതാപൻ സാറേ, ഈ കുട്ടികളെ ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളാണ് കേട്ടാ. ഇത് നിങ്ങൾ ഖേദിക്കും. നോക്കിക്കോ. ഹേ നിരഞ്ജൻ, അന്ന് നഷ്ടപ്പെട്ടതാണ് എനിക്ക് എൻ്റെ നാടും വീടും സ്കൂളും എല്ലാം. അച്ഛനുണ്ടാക്കി വെച്ച എല്ലാ കടങ്ങളും ഞാൻ തീർത്തു. അല്ല നിരഞ്ജൻ, എന്താ അടുത്ത പരിപാടി? പണമില്ലാത്തതിൻ്റെ പേരിലാണല്ലോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. പണം ഉണ്ടാക്കണം, അതിനിയും ഉണ്ടാക്കണം. പെങ്ങളെ നന്നായി പഠിപ്പിക്കണം, നല്ല രീതിയിൽ കെട്ടിച്ചയക്കണം. വേറെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. നിരഞ്ജൻ, ഇനി നമ്മൾ തമ്മിൽ കാണുമോ? ഞാൻ വിളിക്കാം. നീ പോരുന്നോ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂരിലേക്ക്? ഞാനും വരാം. എന്താ മോളെ ഒറ്റക്കെന്ന് വർത്താനം പറയണേ? ഹലോ, പറ നിരഞ്ജൻ. ഏട്ടനല്ല, അനിയത്തിയാണ്. ആ പറ മോളെ. ചേച്ചീനെ കണ്ടതും സംസാരിച്ചതൊക്കെ ഏട്ടൻ പറഞ്ഞു. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ മോള് ചോദിക്കേ. ചേച്ചി, എൻ്റെ ഏട്ടനോടുള്ള പഴയ ഇഷ്ടം ഇപ്പോഴും ചേച്ചിക്കുണ്ടോ? ആണെങ്കിൽ ഞാനും മാമനും കൂടി ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചോദിക്കട്ടെ, എൻ്റെ ഏട്ടന് വേണ്ടി?